ഇന്നത്തെ ഈ പോക്ക് കണ്ടിട്ട് എങ്ങോട്ടേക്കാണെന്നല്ലേ? പണ്ട് സിനിമകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള പിരമിഡ് കാണാനാണ് ഈ പോക്ക് ഞങ്ങൾ പോണത്. സോ ഞാൻ തുടങ്ങുന്നതിന് മുന്നേ, ഹലോ ലവ് ബേർഡ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗുഡ്. പിന്നെ എന്താണ് എല്ലാവർക്കും വിശേഷമൊക്കെ? ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇവിടെ നല്ല വിശേഷം. ഞങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചു ഈജിപ്തിലെ പിരമിഡ് കാണാൻ പോകണമെന്ന്. അന്ന് പിന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യണതിന് മുന്നേ തന്നെ ഒരു ടൂർ കമ്പനീനെ എല്ലാം ഏൽപ്പിച്ചായിരുന്നു. സോ ഞങ്ങളുടെ ഡ്രൈവർ വന്ന് ഞങ്ങളുടെ എയർപോർട്ടിൽ നിന്നൊക്കെ പിക്കപ്പ് ചെയ്തു. അവിടെ നിന്ന് പിരമിഡിലോട്ട് പോണ ഈ ഒരു യാത്രയാണ് നിങ്ങളെ കാണുന്നത്. ഏകദേശം ഒരു 1 hour ജേർണി ഉണ്ടാവും. കാരണം കൂടുതലും ട്രാഫിക്കൊക്കെയാണ് മെയിൻ റീസൺ. ഇത് കാണുമ്പോൾ പലർക്കും ഈജിപ്തും UAE ഭയങ്കര സിമിലർ ആയിട്ട് തോന്നും. കാരണം ഈജിപ്തും ഒരു മിഡിൽ ഈസ്റ്റേൺ കൺട്രി ആണല്ലോ. പിന്നെ ഞങ്ങളോട് ടൂർ ഗൈഡ് പറയേണ്ടായി, ഇവിടെ ഫുൾ മരുഭൂമിയാണ്, ഇപ്പോഴാണ് കുറച്ചും കൂടി പയ്യെ ഡെവലപ്പായി കൊണ്ടുവരുന്നതെന്ന്. പിന്നെ ഞങ്ങളോട് പുള്ളി ഒരു കാര്യം കൂടി പറഞ്ഞു, ഇവിടുത്തെ കുറേ ബിൽഡിങ്സ് പുറത്ത് ഫുള്ളി ഫിനിഷ്ഡ് ആയിരിക്കില്ല. കാരണം അവർ ഫുള്ളി ഫിനിഷ്ഡ് ആയ ഗവൺമെൻറ്റിന് എക്സ്ട്രാ ടാക്സ് കൊടുക്കണമെന്ന്. അപ്പോൾ മിക്ക ബിൽഡിങ്സൊക്കെ നോക്കുവാണെങ്കിൽ ചിലപ്പോഴൊക്കെ ഫിനിഷ് ചെയ്യാത്ത ഒരു മട്ടിലായിരിക്കും കാണാം. ഏകദേശം ഒരു ഡെസേർട്ട് കൺട്രിയിൽ വന്ന അതേ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഈജിപ്തിൽ വന്നപ്പോഴും. പിന്നെ വണ്ടിയൊക്കെ ഓടിക്കുന്നത് നമ്മുടെ നാട്ടിലെ അതേ റൂൾസ് ആട്ടോ. നമുക്ക് തോന്നിയ ലൈനും തോന്നിയ മാതിരി കുത്തിക്കയറ്റലൊക്കെ പരിപാടിയായിരുന്നു ഇവിടെയും. ഈ ഒരു കാണുന്ന പാലം നൈൽ നദിയുടെ മേലിലോട്ടാണ് പോകുന്നത്. കാറിലിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റും, പക്ഷേ വീഡിയോയിൽ അങ്ങനെ നമുക്ക് നൈൽ നദി കാണാൻ പറ്റില്ല. പക്ഷേ ഇതാണ് നമ്മുടെ നൈൽ നദി. നമ്മുടെ നാടിൻ്റെ അത്രയും ഡെവലപ്ഡ് ആണോ ഈജിപ്ത് എന്ന് ചോദിച്ചാൽ എനിക്ക് അല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അത്രയും നമ്മുടെ നാടിനെ അത് കമ്പയർ ചെയ്യുമ്പോൾ ഡെവലപ്ഡ് ആയിട്ട് തോന്നിയിട്ടില്ല. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിരമിഡ് കാണാൻ. ബിക്കോസ് ഇത് ഞങ്ങളുടെ സെക്കൻഡ് 7th വണ്ടർ ഓഫ് ദ വേൾഡ് ആയിരുന്നു ഞങ്ങൾ കാണാൻ പോകുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഓൾറെഡി മെക്സിക്കോയിൽ ചിച്ചൻ ഇറ്റ്സ കണ്ടായിരുന്നു. സോ ഇത് ഞങ്ങളുടെ സെക്കൻഡ് 7th വണ്ടർ ഓഫ് ദ വേൾഡ് ആണ്. ഇവിടെ പിരമിഡിൻ്റെ അടുത്ത് നമുക്ക് കുറേ ഹോഴ്സ് റൈഡ്, ക്യാമൽ റൈഡ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനെ കണ്ട ഭയങ്കര ചീത്തയായിട്ടാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒട്ടും ഹൈജീൻ അല്ല. പിന്നെ റോഡൊക്കെ ഗാർബേജ് ആണ് ഫുൾ. അങ്ങനെ നമുക്ക് റോഡിൽ നിന്ന് പോകുമ്പോൾ തന്നെ പിരമിഡ് കാണാനായിട്ടും സാധിക്കും. ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് പിരമിഡ് ഭയങ്കര ദൂരെ, ലൈക്ക് ഉള്ളിൽ ഡെസേർട്ടിൻ്റെ ഒരു ഏരിയയിലാണ്. ബട്ട് നമുക്ക് റോഡിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് പിരമിഡ് കാണാൻ പറ്റും. ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര അടുത്താണെന്ന് തോന്നുവാണെങ്കിലും ഇവിടേക്ക് ഒരു റീച്ച് ചെയ്യാനായിട്ട് 15 minutes അറ്റ്ലീസ്റ്റ് എടുത്തു കേട്ടോ. സോ ഫൈനലി ഞങ്ങൾ എൻട്രൻസ് ഏരിയയുടെ അടുത്ത് എത്തി. എൻട്രൻസ് ഏരിയയുടെ അവിടെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ടാവും. ഗാർഡ്സ് നമ്മുടെ ട്രങ്കൊക്കെ തുറന്ന് നോക്കിയിട്ട് സ്കാനൊക്കെ ചെയ്യും. ഒരു മാക്സിമം 5-10 minutes ഡിലേ ഉണ്ടാവും. ആൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബിസി ടൈമിങ്സ് ഓൾസോ. അങ്ങനെ ഫൈനലി നമ്മൾ പിരമിഡിൻ്റെ ഗേറ്റിലോട്ട് എത്തിയിരിക്കുന്നു. സോ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടിക്കറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതനുസരിച്ച് ടിക്കറ്റ് ചൂസ് ചെയ്യാം. എന്നിട്ട് ആ ടിക്കറ്റ് ഈ കാണുന്ന എൻട്രൻസിൻ്റെ അവിടെ സ്കാൻ ചെയ്യണം. പിന്നെ ഇവിടെ വന്നിട്ടാട്ടോ എനിക്കൊരു സത്യാവസ്ഥ മനസ്സിലായത്. ഇത്ര നാൾ ഞാൻ വിചാരിച്ചിരുന്നത് 3 പിരമിഡാണ് ഉള്ളത് ഈജിപ്തിൽ നിന്ന്. അല്ല, അവർ ഇതുവരെയും 130 സംതിങ് പിരമിഡ്സ് ആണ് ഈജിപ്തിൽ ഫുൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ടൂർ ഗൈഡാട്ടോ പറഞ്ഞു തന്നത്. ഞാനും ഭയങ്കര ഷോക്ക്ഡായിരുന്നു ഇതൊക്കെ അറിഞ്ഞപ്പോൾ. ബട്ട് ഭയങ്കര നല്ല പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു എനിക്ക്. പിന്നെ ഇവിടെ ഉള്ളത് മെയിൻ 3 പിരമിഡാണ്. ഒന്ന് ഖൂഫു, ഒന്ന് ഖാഫ്രി, ഒന്ന് മെങ്കുറെ. അത് 3ഉം കാണാൻ പറ്റും നമുക്ക്. പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു എക്സിബിഷൻ റൂമാണ്, ജസ്റ്റ് എൻട്രൻസ് കഴിഞ്ഞ ഉടനെ തന്നെ. അപ്പോൾ ടൂർ ഗൈഡ് വേണ്ടാന്ന് ഇരിക്കുന്നവർക്ക്, പ്രൈവറ്റ് ടൂർ ഗൈഡ് വേണ്ട, നമുക്ക് ജസ്റ്റ് മാനേജ് ചെയ്യാം, ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാം, അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഈ ഒരു ഇൻഫർമേഷൻ വായിച്ച് പോയാലും മതി. പിന്നെ നമ്മുടെ ഫോൺ ഉണ്ടല്ലോ, ഓൾമോസ്റ്റ് ഗൂഗിൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതിലൂടെ നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം, ടൂർ ഗൈഡ് വേണ്ടാന്നുള്ളവർക്ക്. പക്ഷേ ടൂർ ഗൈഡ് വയ്ക്കണതാണ് നല്ലതെന്ന് ഞാൻ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യും. കാരണം അവർക്കറിയാം എങ്ങനെ നമ്മളെ കൊണ്ടുപോകണം, എവിടെ കാണിക്കണം, ഏതാണ് മെയിൻ സ്ഥലം, അങ്ങനെ എല്ലാം അവർക്കറിയാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഈ കാണുന്ന ബസ്സാണ്. ഇപ്പം നമ്മൾ എക്സിബിഷനിൽ എക്സിറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ബസ്സുകൾ എടുക്കാം. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ടാക്സി അങ്ങനെയൊക്കെ എടുത്തു പോകണമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് തന്നെ ഇവിടെ ബസ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പേ ചെയ്യുന്ന ഫീസ് ഇതിനൊക്കെ ഇൻക്ലൂഡഡ് ആണ്. കാരണം പിരമിഡ് എന്ന് വെച്ചാൽ വാസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ബസ്സില്ലാതെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബസ്സിലൊക്കെ കയറിയിട്ട് നമുക്ക് ഓരോരോ സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ്. ഈ ഒരു വ്യൂ പോയിൻ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും മാക്സിമം ഈ വ്യൂ പോയിൻ്റ് ഇറങ്ങാം. കാരണം ഇതിനകത്ത് 3 പിരമിഡിൻ്റെ വ്യൂവും കിട്ടും നിങ്ങൾക്ക്.
ഇവിടെ നിന്ന് വേണമെങ്കിൽ താഴോട്ട് ഇറങ്ങാം, വേണമെങ്കിൽ നടക്കാം. ഞങ്ങൾ ബസ്സിൽ നിന്ന് തന്നെ പോയി നെക്സ്റ്റ് ആ ഒരു പിരമിഡിനോട് അടുത്തേക്ക് എത്താം. നമുക്ക് ഓരോ പിരമിഡിൻ്റെ ഓരോ വ്യൂ ഉണ്ട്. അപ്പോൾ ഇത് ദൂരേന്ന് കാണാൻ, പിന്നെ നമുക്ക് അടുത്ത് പോയി കാണാം അങ്ങനെ. ബട്ട് ബസ്സാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ. ബസ്സില്ലാതെ നമുക്ക് പോകാനും പറ്റില്ല. ഇപ്പോൾ പ്രൈവറ്റ് ടാക്സി ഒന്നും അലൗഡ് അല്ല, പ്രൈവറ്റ് കാർസ് ഒന്നും അലൗഡ് അല്ല. ഓൺലി ഗവൺമെൻറ് അലൗഡ് ബസ് മാത്രമേ അലൗഡ് ഉള്ളൂ ഈ ഒരു ഏരിയയിലോട്ട്. പിന്നെ അധികം ദൂരവും ഇല്ല ബസ്സായതുകൊണ്ട് മാക്സിമം ഒരു 1-2 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോരോ സ്റ്റോപ്പിൽ നമ്മൾ ഇറക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ 2 മിനിറ്റ് കൂടുമ്പോൾ ഇഷ്ടംപോലെ ബസ്സാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നോക്കുവാണെങ്കിൽ ഒരു 4-5 ബസ് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ട, ഒന്നും ടൈം കളയേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സെക്കൻഡ് സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അതാണ് മെയിൻ, നമുക്ക് പിരമിഡ് കാണാൻ പറ്റും. ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ് പിരമിഡ്. അത് നമുക്ക് നേരിട്ട് നമുക്ക് അടുത്തൊക്കെ പോകാൻ പറ്റും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറേ സെല്ലേഴ്സിനെ കാണാൻ പറ്റും. അവർ കുറേ പ്രൊഡക്ട്സ് നമ്മൾ ഇങ്ങനെ സെല്ല് ചെയ്യാൻ വരും. നമ്മളിങ്ങനെ അറിയാതെ ഐ കോണ്ടാക്ട് വെച്ചാൽ പിന്നെ തീർന്നു, നമ്മുടെ സമയം പോകും, നമ്മളെ ചിലപ്പോൾ സ്കാമും ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ടൂർ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത് അവരോട് ശുക്രൻ എന്ന് പറയാം, അതായത് താങ്ക് യു പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് പോരാ, കൂടുതൽ ഐ കോണ്ടാക്റ്റും മിണ്ടാനോ നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട്. ഇത് ഞങ്ങളുടെ ഡ്രീം കം ട്രൂ എന്നാട്ടോ. ഇവിടെ വരുമ്പോഴേക്കും നമ്മുടെ സെക്കൻഡ് പിരമിഡും തേർഡ് പിരമിഡും രണ്ടും നമുക്ക് അലൈൻ ചെയ്ത് കാണാൻ പറ്റും. അവിടെ നമുക്ക് ഒത്തിരി പിക്സ് എടുക്കാനും കുറേ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ പിരമിഡിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമൽ റൈഡൊക്കെ എടുക്കാൻ പറ്റും. ഞങ്ങൾ എത്രയാണ് വില എന്നൊന്നും ചോദിച്ചില്ല, ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായില്ല. കാരണം അത് ഭയങ്കര അൺഹൈജീനായിരുന്നു. ക്യാമൽസിനെ കാണുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാം വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ വീണ്ടും ബസ് എടുത്തിട്ട് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി. കാരണം ഞങ്ങളുടെ ടൂർ ഗൈഡ് പറഞ്ഞു ലാസ്റ്റത്തെ സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്, അവിടെ നടന്നിട്ട് നമുക്ക് മെയിൻ പിരമിഡിലോട്ട് എത്താം, അങ്ങനെയാണ് സ്പിൻസൊക്കെ കാണാൻ പറ്റുമെന്ന് ഞങ്ങളോട് ഞങ്ങളുടെ ടൂർ ഗൈഡ് പറഞ്ഞു. ഇങ്ങനെ ലാസ്റ്റ് സ്റ്റോപ്പിൽ കുറേ ഇങ്ങനെ ഫുൾ ഇത് ഒരു ലോക്കൽ സ്റ്റോഴ്സും ലോക്കൽ സെല്ലേഴ്സും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ പോയി പർച്ചേസ് ചെയ്യാം. പക്ഷേ ഒബ്വിയസ്ലി അത് പ്രൈസ് ഹയർ ആയിരിക്കും, കാരണം ഇത് പിരമിഡിൻ്റെ ഉള്ളിലായതുകൊണ്ട്. പിന്നെ ഇതൊക്കെ ചെറിയ ടെമ്പിളാട്ടോ. അപ്പോൾ പണ്ടെന്ന് വെച്ചാൽ ടെമ്പിളും വെൽസും അങ്ങനെയൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെ വിചാരിക്കും പിരമിഡ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ അല്ല, അതിൻ്റെ ഉള്ളിൽ വേറെ പല കാര്യങ്ങളുണ്ട്. ടെമ്പിൾസ് ഉണ്ട്, വെൽസ് ഉണ്ട്, അങ്ങനെ കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളിക്കാരി പറഞ്ഞതനുസരിച്ച് ഫറവോൺ രാജാവ് ഫ്യൂണറൽസിനായിട്ട് അത് ഉപയോഗിക്കും, ചിലപ്പോൾ വർഷിപ്പിനായിട്ട് ഉപയോഗിക്കും, അങ്ങനത്തെ കുറേ ഡിഫറെൻറ്റ് പർപ്പസൊക്കെ ഉണ്ടായിരുന്നു അതിന്. പിന്നെ ഞാൻ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ പിരമിഡ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഒത്തിരി നടക്കാനുണ്ട്, നല്ല വെയിലൊക്കെ ഉണ്ടാവുമെന്ന്. ഞങ്ങളൊരു ഏതാണ്ട് 10,000-15,000 സ്റ്റെപ്സ് നടന്നു ടോട്ടലായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നല്ല റണ്ണിങ് ഷൂസൊക്കെ വേണം. ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു റണ്ണിങ് ഷൂസ് പ്ലസ് വാട്ടർ. അത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു കുടയും കൂടി എടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഹാറ്റ് എടുത്താലും മതി, നല്ല വെയിലായിരിക്കും. ഞങ്ങളുടെ കയ്യിൽ കുട ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്ത് വരിക. പിന്നെ സൺസ്ക്രീൻ അതും മസ്റ്റാണല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് സ്ഫിൻക്സ് പിരമിഡ് കാണാൻ പറ്റി. ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചതാണ് കാണാൻ. ഇത് കാണുമ്പോൾ മറ്റേ ഒരു ലൈനസിൻ്റെ ബോഡി, ഫറവോൻ രാജാവിൻ്റെ മുഖം, അതാണ് മനുഷ്യൻ്റെ മുഖവും സിംഹത്തിൻ്റെ ശരീരവും, അതാണ് ഇതിനെ സിംബലൈസ് ചെയ്യുന്നത്, ലൈക്ക് ഹൗ സ്ട്രോങ് ആൻഡ് പവർഫുൾ ഹി ഈസ്. അങ്ങനെ എൻ്റെ വൺ ഓഫ് ദ ഡ്രീം കം ട്രൂ എന്നുള്ള ഒരു രീതി ഞങ്ങൾ ഫൈനലി 7th വണ്ടർ ഓഫ് ദ വേൾഡ് ആട്ടോ ഈ കാണുന്നത്. ഈ എല്ലാ പിരമിഡും 7 വണ്ടർ ഓഫ് ദ വേൾഡ് അല്ല, ഒറ്റൊരു പിരമിഡിൽ ഇത് മെയിൻ പിരമിഡാണ്. ഇതാണ് 7th വണ്ടർ ഓഫ് ദ വേൾഡിൽ വൺ ഓഫ് ദം. ആൻഡ് സീരിയസ്ലി ഇറ്റ് വാസ് വെരി ഹ്യൂജ്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ചെറുതാണെന്ന് തോന്നിയാലും വൺസ് യു വിറ്റ്നസ് ഇറ്റ്സ് സൂപ്പർബ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് സീരിയസ്ലി വെരി ഹ്യൂജ്. ഈ പിരമിഡൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. കാരണം പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ഓരോ കല്ല് വെച്ചിട്ട് ഇത് ഇത്രയും ടോപ്പിലോട്ട് പണിയുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈക്ക് ഓരോ മമ്മീസിനെ വയ്ക്കുക. ഇറ്റ് വാസ് സോ ലൈക്ക് ട്രെമൻഡസ് വർക്ക് ഐ വുഡ് സേ. പിന്നെ ഇവിടെ നമുക്ക് മെയിൻലി 2 പിരമിഡിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റും. ബട്ട് മമ്മീസ് ഒന്നും ഇപ്പോൾ അതിൻ്റെ ഉള്ളിലില്ല. മമ്മീസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈജിപ്ഷ്യൻ മ്യൂസിയം ഉണ്ട്. ഇപ്പോൾ ആ മ്യൂസിയത്തിൽ പോയി നമുക്ക് ഡെഫിനറ്റ്ലി മമ്മീസിനെ കാണാൻ പറ്റും. ബട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയാൽ നമുക്ക് ടോംസൊക്കെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ കാണുന്ന ലൈറ്റിംഗ് സിസ്റ്റം അത് ഈവനിങ്ങിൽ ലൈറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് ലൈറ്റ് ഷോ ഉണ്ട്, അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ലൈറ്റിംഗ് സിസ്റ്റം ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടോമ്പിൻ്റെ ഉള്ളിൽ പോകണമെന്ന് മസ്റ്റാണെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ ടൈമൊക്കെ നോക്കണം. ഇവർ പ്രെയർ ടൈംസിന് എന്തോ 12 or 1 o'clock, ഐ എം നോട്ട് ഷുവർ, അവർ ക്ലോസ് ചെയ്യും. സോ ഞങ്ങൾ ക്യൂൻ പിരമിഡിൻ്റെ ഉള്ളിൽ പോയി ഒട്ടും ലൈക്ക് ഭയങ്കര ക്ലോസ്ട്രോഫോബിക് ആണ്. സോ ഇഫ് യു ആർ സ്കെയർഡ് ഡോണ്ട് ഡു ദാറ്റ്, ബട്ട് ഇറ്റ്സ് ഫൺ തിങ് ടു ഡു.
അറ്റ് എ ടൈം രണ്ടാൾക്ക് പോകുന്നത് ഭയങ്കര കഷ്ടിയാണ്. കാരണം ഒന്ന് ഇവിടെ നമ്മൾ സ്റ്റെപ്പ് തെറ്റിയ പഡേ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വീഴും. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ബട്ട് ഇതൊരു ഭയങ്കര വൈൽഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. യു ഡെഫിനറ്റ്ലി ഹാവ് ടു ട്രൈ ഇഫ് യു ആർ വിസിറ്റിംഗ് ഈജിപ്റ്റ്. ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. പിന്നെ അവർ എല്ലായിടത്തും ലൈറ്റ് വെച്ചിട്ടുണ്ട്. സോ യു ഡെഫിനറ്റ്ലി ഡോണ്ട് ഹാവ് ടു ഫിയർ ദാറ്റ് ഇറ്റ്സ് ഗോണ ബി ഡാർക്ക് ഇൻസൈഡ് ദെയർ. നോ, നോട്ട് അറ്റ് ഓൾ. ബട്ട് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക, നമ്മൾ പിടിച്ച് പോവുക. അല്ലെങ്കിൽ എങ്ങാനും ഒരു സ്റ്റെപ്പ് തെറ്റി പോയാൽ പിന്നെ പോയതാണ്, അതുകൊണ്ട് മാത്രം. ആൻഡ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരാളെ അവർ നിർത്തിയിട്ടുണ്ടാവും ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ അധികം ഓവർ ക്രൗഡഡ് അല്ല അവിടെ നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ കാണുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും, ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇവിടെയുള്ളവരെ മുകളിലോട്ട് പറഞ്ഞയക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഡെഫിനറ്റ്ലി ഫൺ തിങ് ടു ഡു ആയിരുന്നു. ബിക്കോസ് പണ്ട് നമ്മളിങ്ങനെ പുസ്തകങ്ങളിലൊക്കെ കണ്ടിരുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമ്മൾ നേരെ ഒരു വിറ്റ്നസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് വർത്ത് ഇറ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും ഇവിടെ നിന്നും ഒരു സ്റ്റെപ്പും കൂടി ഇറങ്ങിയാലാണ് അത് മെയിൻ ഉള്ളിലോട്ട് ചെല്ലുക. അവിടെ മെയിനായിട്ട് ടോംബൊന്നും കാണാനില്ല. ബട്ട് മെയിൻലി എല്ലാവരും അതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് കാണാൻ, സ്ട്രക്ചേഴ്സ് എങ്ങനെയുണ്ട് കാണാൻ, അവിടെ പിക്സ് എടുക്കും, അതെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് ആൾക്കാർ പോയത്. എങ്ങനെയുണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. ചില ട്രിപ്പ് നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് തരും, ചില ട്രിപ്പ് നമുക്ക് ഒത്തിരി നോളജ് തരും. ഈ ട്രിപ്പ് അങ്ങനത്തെ ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി കുറേ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. കുറേ സാധനങ്ങളെക്കുറിച്ചും ഒത്തിരി നോളജ് അറിയാൻ പറ്റി. കുറേ മിത്സും അതല്ല എന്നും ഇതൊക്കെയാണ് ഫാക്ട്സ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായിരുന്നു മെയിൻ ഗുണം. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഞാൻ ഒത്തിരി നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ. സീ യു ഗൈസ് സൂൺ. ബൈ. എൻജോയ്.